കെലോണ വന്നതിന് ശേഷം നാടൻ ഫുഡ് കിട്ടണമെങ്കിൽ അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇവിടെ കേരള റെസ്റ്റോറൻറ്റ്സ് ഇല്ല. അപ്പം സൺഡേ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ മെനു എന്ന് പറയുന്നത് നല്ല അപ്പവും നാടൻ ചിക്കൻ കറിയാണ്. ഞാൻ എപ്പോഴും ഡബിൾ ഹോസിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലപ്പപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാറുള്ളത്. എനിക്ക് ഏറ്റവും നല്ല അപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് അത് വെച്ചിട്ടാണ്. എല്ലാവരും പറയും അരയ്ക്കുന്നതാണ് ഈസിന്ന്. എനിക്കിതാണ് ഏറ്റവും ഈസി. അതേപോലെ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ കുറേ നാൾ യൂസ് ചെയ്യാനുണ്ടാവും. പിന്നെ ദാ വെതറൊക്കെ മാറി തുടങ്ങി. ഇപ്പം ഓട്ടമാണ്. എല്ലാ ലീവ്സിൻ്റെയും കളറൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ കെലോണ കാണാനായിട്ട്. കാശിക്കുട്ടൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പൂറ്റിയെ പ്രാർത്ഥിക്കുന്ന രംഗമാണിത്. പൊട്ടൊക്കെ തൊട്ട് അതാ ഞാൻ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചായ കുടിക്കുന്ന ഏക ആൾ ഞാൻ മാത്രമാണ് കേട്ടോ. പക്ഷേ എനിക്ക് രാവിലെ ചായ ഇല്ലാണ്ട് ഒരു കളിയും നടക്കില്ല. അപ്പോൾ ഞാൻ എനിക്കുള്ള നല്ല മസാല ചായ ഉണ്ടാക്കി കുടിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്താ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ അപ്പം കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് ഡബിൾ ഹോസിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ. ഇത് ശരിക്കും നല്ലതാണ് കേട്ടോ. നല്ലതാണ്, ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് ഷീബാസ് റെസിപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ നാടൻ ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പത്തിന് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് റെസിപ്പിയാണ്. അപ്പം നല്ല അപ്പവും ചിക്കനും കഴിച്ച് ബിഗ് ബോസ് കാണുന്നു.